ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പനീർ ഫ്രൈ മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. തനി നാടൻ രീതിയിലാണ് ഈ കറി തയ്യാറാക്കിയത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. അധികം പ്രോസസ്സ് ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഞാനിതിന് വേണ്ടിയിട്ട് 200 ഗ്രാം പനീറാണ് എടുത്തത്. ഇനി ഇത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായാൽ മസാല പുരട്ടി വെച്ച പനീർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും വേണ്ട. എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇതിൽ ചേർത്ത പൊടികളുടെയൊക്കെ പച്ചച്ചുവ ഒന്ന് മാറിക്കിട്ടിയാലും മതി. ഇത്ര മതി. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുമ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം പട്ടയും 1 ഏലക്ക 2 ഗ്രാമ്പൂ ഇത്രയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. സ്പൈസസ് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഈ സ്പൈസസ് എല്ലാം മൂത്ത് വന്നാൽ 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കട്ട് ചെയ്തത് ചേർത്തിട്ട് അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറി വന്നാൽ ഒരു സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നാൽ ഒരു തക്കാളി നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ നന്നായിട്ട് അരച്ച് വെച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി അരച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നാൽ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് 3-4 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാൻ 5-6 ബദാമും 5-10 കാഷ്യൂവും കുതിർത്ത് വെച്ചത് ഒന്ന് അരച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് അരച്ച് വെച്ചത് കൂടി ചേർത്തിട്ട് ഒന്ന് തിളച്ച് വന്നാൽ ഫ്രൈ ചെയ്ത് വെച്ച പനീർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് കൂടി തിളപ്പിച്ചിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ പനീർ ഫ്രൈ മസാലക്കറി റെഡിയാക്കിയെടുക്കാൻ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.